എല്ലാ മുംബൈ ഇന്ത്യൻസ് ഫാൻസും ഇതിനോട് യോജിക്കും. പക്ഷെ കുറച്ച് രോഹിത് ശർമ്മയുടെ ഹെയ്റ്റേഴ്സ് മാത്രം ഭയങ്കര ഒച്ചുംപുളിയൊക്കെ ഉണ്ടാവും. അതായത് മുംബൈ ഇന്ത്യൻസിനെ പോലൊരു ടീമിനെ ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്കെല്ലാം നേടിക്കൊടുത്ത ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ തന്നെ വീണ്ടും ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റേതല്ല, ഒരുപാട് പേരുടെ അഭിപ്രായം അത് തന്നെയാണ്. ഒരു ചെറിയ ടീമിനെ കിട്ടിയാൽ പോലും രോഹിത് ശർമ്മ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെപ്പിക്കാറുണ്ട് മുംബൈനെ കൊണ്ട്, ധോണി ചെയ്യുന്നത് പോലെ. ഹാർദിക് പാണ്ഡ്യക്ക് വലിയൊരു ടീമിനെ തന്നെ മുംബൈ കൊടുത്തു. പക്ഷെ മുംബൈക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യക്ക് ക്യാപ്റ്റനായിട്ട് കാര്യമായൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യാപ്റ്റൻസി പ്രഷർ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഹാർദിക് പാണ്ഡ്യ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല മുംബൈയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം. ആവറേജ് 20-21 അങ്ങനെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ആവറേജ്. ഒരു 50 ഇല്ല, ഒരു മാൻ ഓഫ് ദി മാച്ച് ഇല്ല, ടീമിന് നല്ല റിസൾട്ട് പോലുമില്ല. അപ്പോൾ ഹാർദിക് പാണ്ഡ്യനെ മുംബൈ പ്ലെയറായി തുടരട്ടെ. ഹാർദിക് പാണ്ഡ്യ മുംബൈ പക്ഷേ ക്യാപ്റ്റൻസി ഒക്കെ വേണമെന്ന് പറഞ്ഞാണ് GT വന്നത്. GTക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. പക്ഷേ ഏറ്റവും മികച്ച പ്ലേയേഴ്സുള്ള മുംബൈക്ക് വേണ്ടി ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണില്ല. മുംബൈ എന്ന് പറയുമ്പോൾ അത്രയും മികച്ച ടീമാണ് IPL. അവരിങ്ങനെ പരാജയപ്പെട്ടു പോവുക. ആദ്യം പുറത്തായ ടീം മുംബൈ ഈ സീസണിൽ KKR പോലുമല്ല. അതാണ് അത്ഭുതം. അപ്പോൾ ഇതൊക്കെ നാണക്കേടിൻ്റെ റെക്കോർഡാണ്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ്റെ പോരായ്മയാണ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ഉണ്ട്, രോഹിത് ശർമ്മ. അപ്പോൾ രോഹിത്തിനെ തന്നെ തിരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ മുംബൈക്ക് റിസൾട്ട് ഉണ്ടാക്കുക. നിങ്ങൾ വേണമെങ്കിൽ അടുത്ത സീസണിൽ ഈ സെയിം ടീമായിട്ട് വന്നോ, രോഹിത് ശർമ്മ മികച്ച പെർഫോമൻസ് ഈ ടീമിനെ വെച്ച് കാണിച്ചു തരും. ക്യാപ്റ്റൻസി വലിയൊരു സംഭവം തന്നെയാണ്. അത് രോഹിത്തും ധോണിയൊക്കെ ഒരുപാട് കാണിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി മാറിയിട്ട് രോഹിത് ശർമ്മക്ക് കൊടുക്കണം. അത് മികച്ചൊരു മുന്നേറ്റമായിരിക്കും. മുംബൈ ഇന്ത്യൻസിന് വേണ്ടതും ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടതും ആ ഒരൊറ്റ ചേഞ്ചാണ്, രോഹിത്തിനെ ക്യാപ്റ്റനാക്കുക എന്നത്.